Hi all, welcome to MSG Lakshya Ornamental Studio and Fab Video. അപ്പോൾ ഇന്ന് ഞാൻ ഇപ്പോൾ വെയർ ചെയ്തിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചന്തേരിയിൽ വരുന്ന ഹാൻഡ് വർക്ക് വന്നിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഈ ഒരു പോർഷനിൽ മൊത്തമായിട്ട് വർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ പല്ലു പോർഷനിലും അവിടെ ഒരു മോട്ടീവ്സ്, അതുപോലെ തന്നെ ഇങ്ങനെ കോർണറിലും ഈ ഒരു ഡിസൈൻ അവൈലബിൾ ആണ് കേട്ടോ. ഇത് ഈ ഒരു കളർ മാത്രമേ ഇപ്പം എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ഒരൊറ്റ ഷെയ്ഡാണുള്ളത്. പിന്നെ ഇതിൻ്റെ പല്ലു പ്ലീറ്റ്സിൻ്റെ ഭാഗത്തും ഇത് ഈ ഡിസൈൻ വരുന്നതാണ്. പക്ഷെ ഞാനിത് ബ്ലൗസ് കട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ആ സൈഡിലോട്ട് പോകുന്നത്. ഇത് പ്ലീറ്റ് ചെയ്ത് ഉടുക്കായിരിക്കും കുറച്ചും കൂടെ ഭംഗി. കാരണം അപ്പോൾ ഡിസൈൻ ഇങ്ങോട്ടേക്ക് വരും. കാരണം 1 ലെയർ ഇടുന്നതിനെക്കാട്ടിലേക്കും കുറച്ചും കൂടെ പ്ലീറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാലാണ് ആ ഡിസൈൻ നന്നായിട്ട് കാണാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വർക്കാണ് വരുന്നത്. ഫുള്ളായിട്ടൊരു സ്റ്റെമ്പ് അതെല്ലാം പോലെയുള്ളൊരു ഡീസൻ്റ് ആയിട്ടൊരു വർക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു കോൺട്രാസ്റ്റ് കളർ പൈപ്പിങ്ങും അതിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ പ്രിറ്റി സാരിയാണ്. ആൻഡ് ഈ ഒരു പീസിൻ്റെ അൺബിലീവബിൾ പ്രൈസിലാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഇത് ഓഫർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദിസ് ഇസ് ജസ്റ്റ് 650 റുപ്പീസാണ് ഈ ഒരു സാരിയുടെ കോസ്റ്റ് വരുന്നത്. ലാസ്റ്റ് കളർ ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആവുന്നത്. സോ ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. സോ അതിൻ്റെ ആക്സസറീസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു AD നെക്ലസ് ആണ് ഇതിൻ്റെ കൂടെ വെയർ ചെയ്തിരിക്കുന്നത്. ഒരു അമേരിക്കൻ ഡയമണ്ട് നെക്ലസ് ആണ് വരുന്നത്. വളരെ പ്രിട്ടി ആയിട്ടുള്ള ഒരു നെക്ക് പീസാണ്. അതുപോലെ തന്നെ അതിൻ്റെ തന്നെ മാച്ചിങ് ആയിട്ടുള്ള ഒരു ഇയറിങ്ങും അതിൻ്റെ കൂടെ തന്നെ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്ലൗസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിമ്പിൾ സാരി ആയതുകൊണ്ട് ഞാനൊരു നമ്മുടെ കയ്യിൽ തന്നെയുള്ള സ്ട്രെച്ചബിൾ ആയിട്ടുള്ള റെഡിമെയ്ഡ് ബ്ലൗസ് ആണ്. പഫ്ഡ് സ്ലീവ് ആണ് വരുന്നത്. വെയർ ചെയ്തിരിക്കുന്നത് വളരെ പ്രിട്ടി ആയിട്ടുള്ള ഒരു ചന്തേരി സിൽക്കിൽ വരുന്ന ഒരു സാരിയാണ്. ഈ ഒരു സാരി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി നന്നായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സാരിയാണ്. അതുപോലെ തന്നെ നല്ലൊരു സാരി ബോർഡർ ആണ് ഇതിന് വരുന്നത്. 2 സൈഡും ബോർഡർ വരുന്നുണ്ട്. മുകളിലും താഴെയും ബോർഡർ വരുന്നുണ്ട്. മുകളത്ത് കുറച്ച് തിന്നർ ബോർഡറും താഴോട്ട് വരുമ്പോൾ കുറച്ചും കൂടി തിക്കായിട്ടുള്ള ബോർഡറാണ് വരുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഉടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഡിസൈനിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു സാരി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ സട്ടിൽ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരി തന്നെയാണ്. ഇതിൻ്റെ പല്ലുവിൽ ചെറിയൊരു ഡീറ്റെയിലിംഗ് ഡിഫറൻസ് വരുന്നുണ്ട്. ബോഡീനെ കാട്ടിലേക്കും ഡിസൈനിൽ ചെറിയൊരു മാറ്റം പല്ലുവിൽ വരുന്നുണ്ട്. ഓവറോൾ ഫുൾ പ്രിന്റഡ് ആയിട്ടുള്ള ഒരു സാരിയാണ്. വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ വളരെ പ്രിറ്റി ആയതുകൊണ്ടാണ് ഈ ഒരു സാരിക്ക് ഒരു കൂടുതലായിട്ട് അതിൻ്റെ ഒരു ഭംഗി വരുന്നത്. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ജർമ്മൻ സിൽവറിൻ്റെ ബ്ലാക്ക് ആൻഡ് സിൽവർ വരുന്ന ഒരു ചെയിനും, അതുപോലെ തന്നെ ഒരു നല്ലൊരു ഹെവി ആയിട്ടുള്ളൊരു ബ്ലാക്ക് മെറ്റൽ വിത്ത് ഒരു പേൾ ഈ ഒരു സാരിക്ക് മാച്ചിങ് ആയിട്ടുള്ള ഒരു ചെയിനും ഇയറിങ്ങും, അതുപോലെ തന്നെ ഒരു ആന്റിക് സിൽവറിൻ്റെ ഒരു ബാംഗിളും ആണ് പെയർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാരി നമുക്ക് ആസ് യൂഷ്വൽ ഞാൻ പറയുന്നത് പോലെ തന്നെ നമുക്കിത് വാഷിംഗ് ഫ്രണ്ട്ലി ആണ്. നമുക്ക് വീട്ടിൽ തന്നെ ബക്കറ്റ് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരി തന്നെയാണ്. പിന്നെ ഈ ബോർഡർ സാരി ബോർഡർ ആണെങ്കിലും ഇതൊരു ഗോൾഡൻ കളർ ബോർഡർ അല്ല, ഒരു ആന്റിക് സിൽവർ ബോർഡർ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആക്സസറൈസ് ചെയ്യുമ്പോൾ ഈ ഒരു സിൽവർ ജ്വല്ലറി ആക്സസറൈസ് ചെയ്തിരിക്കുന്നത്. ഈ പ്രിറ്റി സാരി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്താൽ മതി. വി വിൽ ഗെറ്റ് ബാക്ക് ടു യു. അത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ വരുന്ന ഒരു സാരി തന്നെയാണ്. ചന്തേരി സിൽക്കിലാണ് വരുന്നത്. ഈ വെയർ ചെയ്തിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചന്തേരി സിൽക്ക് സാരി തന്നെയാണ്. വളരെ പ്രിറ്റി ആയിട്ടുള്ള സോഫ്റ്റ് ചന്തേരിയിലാണ് ഈ ഒരു സാരി നിങ്ങൾക്ക് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. നല്ലൊരു കളറാണ്. മസ്റ്റേർഡ് യെല്ലോ വിത്ത് ഒരു മംഗൽഗിരി ബോർഡർ ആണ് വരുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. വളരെ പ്രിറ്റി ആയിട്ടുള്ളൊരു ബോർഡറാണ് വരുന്നത്. താഴെ ആസ് യൂഷ്വൽ കുറച്ച് വീതിയുള്ള ബ്രോഡർ ബോർഡറും മേലെ കുറച്ചും കൂടി തിന്നർ ബോർഡറുമാണ് വരുന്നത്. മൊത്തമായിട്ടൊരു മസ്റ്റേർഡ് യെല്ലോയിലാണ് സാരി വന്നിരിക്കുന്നത്. പല്ലു പോർഷനിൽ മാത്രം ഓവറോൾ ഒരു ട്രഡീഷണൽ ഡിസൈൻ വരുന്നുണ്ട്. ഇടയിൽ ഒരു ഗ്രീൻ കളർ ലൈൻ അതിൻ്റെ ഇടയിൽ പോകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പാറ്റേണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഒത്തൻറ്റിക് ആയിട്ട് എന്താ പറയുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഡിസൈനാണ് വരുന്നത്. ഒരു എലിഫൻറ്റ് മോട്ടീഫാണ് ഇടയിലൊക്കെ വരുന്നത്. എല്ലാം ഒരു എലിഫൻറ്റ് മോട്ടീഫാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഒത്തൻസിറ്റി കൂടുതലായിട്ട് കിട്ടും. പിന്നെ നിങ്ങൾക്ക് അറിയാം ഈ ഒരു മസ്റ്റേർഡ് യെല്ലോ എന്ന്
എന്ന് പറയുന്നത് ഒരുവിധം എല്ലാ കോംപ്ലക്ഷനും വളരെയധികം സ്യൂട്ട് ചെയ്യണ ഒരു ഭംഗിയുള്ള ഒരു കളറാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഒരു ഫങ്ഷണൽ വെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. അപ്പം ഇത് നമ്മുടെ ഒരു ഏപ്രിൽ ആയതുകൊണ്ട്, ഇപ്പോൾ ഏപ്രിൽ കമ്മിങ് അപ്പ് ഏപ്രിൽ ആയതുകൊണ്ട് വിഷു കളക്ഷനോടനുബന്ധിച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സാരീസ് നമ്മൾ നിങ്ങളുടെ മുമ്പിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് വളരെ പ്രിട്ടി ആയിട്ടുള്ളൊരു പാലക്ക മോട്ടീഫ് പോലെയൊക്കെ ഒരു വരുന്നൊരു ട്രഡീഷണൽ ആണെങ്കിൽ കൂടി അതിൽ ചെറിയൊരു ഇംപ്രവൈസേഷനൊക്കെ ചെയ്തിട്ടുള്ള ഒരു ചെട്ടിനാട് ചെയിനാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പ്രിട്ടി ആയിട്ടുള്ളൊരു ചെട്ടിനാട് ജുംക്കിയും സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. സോ ആസ് യു ഓൾ നോ, ഏപ്രിൽ എന്നൊക്കെ പറയുമ്പോൾ വിഷു അടുത്ത് വരുന്ന സമയത്ത് കുറച്ച് ട്രഡീഷണൽ വെയർ ആണ് കൂടുതലായിട്ട് എല്ലാവരും ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാച്ച് ചെയ്തിരിക്കുന്നത് വളരെ പ്രിട്ടി ആയിട്ടുള്ള നമ്മുടെ ആസ് യൂഷ്വൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഗ്ലാസ് ബാംഗിൾസ് ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. സോ ഇതാണ് ഇതിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്. സി, ഇതൊരു മസ്റ്റേർഡ് യെല്ലോ കളർ ആയതുകൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് കളർ ഒരു ഗ്രീൻ കളർ ജ്വല്ലറി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അതിൻ്റെ ബ്യൂട്ടി എൻഹാൻസ് ചെയ്യാനായിട്ട് പറ്റും. വളരെ പ്രിട്ടി ആയിട്ടുള്ള ഒരു കളറാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മാരേജസ് അല്ലെങ്കിൽ ചെറിയ ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാം. ഇതിൻ്റെ കെയർ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ബക്കറ്റ് വാഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന ഒരു സാരി തന്നെയാണ്. ഇതിൻ്റെ ബ്ലൗസ് അവൈലബിൾ ആണ്. ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ബ്ലൗസ് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു മസ്റ്റേർഡ് യെല്ലോ വിത്ത് ഒരു ഇതേ കളറിലൊരു ചെറിയ മോട്ടീഫ് വരുന്ന ഒരു പ്രിന്റഡ് ബ്ലൗസ് അവൈലബിൾ ആണ്. അത് വേണം എന്നുള്ളവർക്ക് അത് സ്റ്റിച്ച് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആസ് യൂഷ്വൽ ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള സ്ട്രെച്ചബിൾ ബ്ലൗസ് ആണ് ഞാൻ ഇതിൻ്റെ കൂടെ മാച്ച് ചെയ്തിരിക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ കളർ ബ്ലൗസ് ഇട്ടാലും നല്ല ഭംഗിയുണ്ടാവും. കാരണം ഇതിൻ്റെ ഒരു കളർ അങ്ങനത്തെ ഒരു കളറായതുകൊണ്ട് വളരെ പ്രിട്ടി ആയിട്ടുള്ള ഒരു കളറാണ്. മറൂൺ ഗ്രീൻ ഒക്കെ ഇതിന് നല്ല ഭംഗിയുണ്ടാവും. ഈവൻ മജന്ത ഒക്കെ നന്നായിട്ടുണ്ടാവും. സോ ഇന്നത്തെ ഈ ഒരു സാരി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ആർക്കെങ്കിലും ഈ സാരി ഗ്രാബ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യുക. വിൽ ഗെറ്റ് ബാക്ക് ടു യു. നമ്മൾ കാണിക്കാൻ പോകുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെമി ജൂട്ടിൽ വരുന്ന ഒരു സാരിയാണ്. ഈ ഒരു സാരിയുടെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ കളർ കോമ്പിനേഷനാണ്. വളരെ സട്ടിൽ യെല്ലോ ആണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ കളറിലാണ് ഈ സാരി അവൈലബിൾ ആയിരിക്കുന്നത്. ആൻഡ് ഇവിടെ എല്ലാം ഒരു സീക്വൻസ് വർക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കളർ വളരെ സട്ടിൽ കളർ ആയതുകൊണ്ട് ഇടയിൽ കൂടെ സീക്വൻസും കൂടെ വരുമ്പോൾ വളരെ പ്രിട്ടി ആയിട്ടുള്ള ഒരു സാരിയാണ്. ഇതിൽ തന്നെ സാരിയുടെ ബ്ലൗസ് അവൈലബിൾ ആണ്. ഞാൻ ഇതിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് നമ്മുടെ തന്നെ സ്ട്രെച്ചബിൾ ബ്ലൗസ് വിത്ത് വൈറ്റ് കളറിൽ ചെറിയ ഒരു സീക്വൻസ് വരുന്നത് തന്നെയാണ്. കാരണം ഇതും സീക്വൻസ് ആണ്, ഇതും കൂടെ ആകുമ്പോൾ നല്ലൊരു കോംബോ ആയി മാറും. അപ്പോൾ അതാണ് ഈ ഒരു സാരിയെ കുറിച്ച് പറയാനുള്ളത്. വളരെ പ്രിട്ടി ആയിട്ടുള്ള സാരിയാണ്. സെമി ജൂട്ടിലാണ് സാരി വരുന്നത്. വളരെ പ്രിട്ടി ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്ന, അതേപോലെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാരി തന്നെയാണ്. പിന്നെ ഇതിൻ്റെ കെയറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബക്കറ്റ് വാഷ് പോസിബിൾ ആണ്. കുറേ നേരം ഇട്ടൊന്നും വെക്കരുത്, അല്ലാതെ ബക്കറ്റ് വാഷ് പോസിബിൾ ആണ്. വളരെ പ്രിട്ടി ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിലാണ് വരുന്നത്. ഒരു പേസ്റ്റൽ യെല്ലോയിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു മെഹന്തി ഫംഗ്ഷനോ അങ്ങനെയുള്ള ഇതിനൊക്കെ നന്നായിട്ട് ഈ ഒരു സാരി സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കൂടെ ഞാൻ ആക്സസറൈസ് ചെയ്തിരിക്കുന്നത് അതേ കളറിൽ വരുന്ന ഒരു ബീഡഡ് ചെയിനും ചെറിയൊരു ആൻറ്റിക് സിൽവർ വിത്ത് യെല്ലോ കളറിൽ വരുന്ന ഒരു സെമി സൈസിലുള്ള ഒരു സ്മോളർ സൈസിലുള്ള ഒരു ജുമുക്കിയാണ്. വിത്ത് ഒരു പെയർ ചെയ്തിരിക്കുന്നത് ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റോസ് ഗോൾഡിൽ വരുന്ന കടയാണ്. സോ ഈ ഒരു സാരി പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്താൽ മതിയാവും.